പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച്, മുഴുകൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുവാനിടയായി. കേട്ടവർക്കെല്ലാം അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പ്രസ്താവിപ്പാൻ താല്പര്യപ്പെടുന്നു. അത് ഏവർക്കും പ്രയോജനവും ഉപകാരമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നാനം എന്നത്, അതായത് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. 1 പത്രോസ് 3:21 അത് വായിക്കുന്നു. സ്നാനം എന്ന വാക്കിന് കുളി എന്ന് അർത്ഥമുണ്ടെങ്കിലും കേവലം ശാരീരിക ശുദ്ധിയെ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. മ്ലേച്ഛതകളെ ദൂരത്തകറ്റി ഹൃദയം വെടിപ്പാക്കി ദൈവത്തോട് നല്ല മനസ്സാക്ഷി പുലർത്തുന്നതിനുള്ള ഉടമ്പടിയാണ് ജലസ്നാനത്തിലൂടെ ഒരുവൻ നിറവേറ്റുന്നത്. ആമീൻ. ഒരുവൻ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച ദൈവത്തോട് നിർമ്മല ഹൃദയത്തിനായി കഴിക്കുന്ന അപേക്ഷയാണ് സ്നാനം. അതായത് ഒരുവൻ സ്നാനപ്പെടുത്തുന്നതോടുകൂടി നല്ല മനസ്സാക്ഷിക്കുടമയായി തീരുന്നുവെന്ന് സാരം. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ മൂന്നാമത്തെ അർത്ഥമായി പറയുവാൻ കഴിയുന്നത് സ്നാനം അപ്പോസ്തോലിക സമീപനം. ആമേൻ. സ്നാനം അപ്പോസ്തോലിക സമീപനം. അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു സ്നാനം. ആമേൻ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ അവർ എങ്ങനെയുള്ളവരെയാണ് സ്നാനപ്പെടുത്തിയതെന്ന് വ്യക്തമാണ്. ആമേൻ. 1. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ. അപ്പോസ്തല പ്രവൃത്തി 2:41 വായിക്കുന്നു. 2. വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി ആമേൻ 8:12 അത് വായിക്കുന്നു. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 8:37. 4. സൗലിൻ്റെ പൗലോസിൻ്റെ സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 9:18. ആമേൻ. 5. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. അപ്പോസ്തല പ്രവൃത്തി 10:47. 6. പ്രസംഗം കേട്ട് സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 16:14-15 വാക്യം. 7. പറയുവാൻ താമസിയാതെ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 16:33 അത് വായിക്കുന്നു. 8. വചനം കേട്ട് വിശ്വസിച്ചു സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 18:8. 9. ഇത് കേട്ടാറെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 19:5. ആമേൻ. ഈ വിഷയം സംബന്ധിച്ച് അതിൻ്റെ 4ാമത്തെ ഒരു ഭാഗമായി സ്നാനം നിഴലും പൊരുളും. ജലസ്നാനത്തിന് ദൃഷ്ടാന്തമായി പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നതായി കാണാം. അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. നിഴലായ ഈ വസ്തുത പൊരുളായ ക്രിസ്തുവിലൂടെ ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാന ഉപദേശമാണ്. ആമേൻ. 1. നോഹയുടെ പെട്ടകം. ആമേൻ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറിയായി. 1 പത്രോസ് 3:20-21 വാക്യം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. 2. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. 1 കൊരിന്ത്യർ 10:1-2 വാക്യത്തിൽ അത് നാം വായിക്കുന്നു. 5. സ്നാനത്തിൻ്റെ ഉപദേശം. ആമേൻ. അതിൽ 1 മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളം. ആമേൻ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോസ്തല പ്രവൃത്തി 2:38 അത് വായിക്കുന്നു. സ്നാനമേൽക്കുന്നതിന് ദൈവവചനം അനുശാസിക്കുന്ന
മറ്റൊരു യോഗ്യതയാണ് വിശ്വസിക്കുക എന്നത്. സ്നാനാർത്ഥി കർത്താവായ യേശുക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് മരിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് വചനം പറയുന്നു. ഈ കർത്തവ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മാത്രമേ ഒരുവൻ സ്നാനത്തിനായി ഒരുക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതിൽ രണ്ടാമതായി കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തി. ആമേൻ. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-15, 21-23 വാക്യം വായിക്കുമ്പോൾ അതവർക്ക് നമുക്ക് വ്യക്തമാകും. നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാകേണ്ടതിന് കേവലം വ്യർത്ഥവാക്കുകളിലൂടെയല്ല, പ്രത്യുത ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചിരിക്കുന്നതിലൂടെയാണ്. ആമേൻ. ആ ചട്ടങ്ങളും പ്രമാണിച്ച് ആദരിക്കുന്നതിലൂടെയാണ് നാം അവനെ, യേശുവിനെ, ആമേൻ, സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ ആമേൻ, കള്ളന്മാരാകുന്നു. ആമേൻ. കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ കള്ളന്മാരാകുന്നു. 1 യോഹന്നാൻ 2:4 അത് വായിക്കുന്നു. സൃഷ്ടികർത്താവിനോടുള്ള സൃഷ്ടിയുടെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് ദൈവിക കൽപ്പനയെ അനുവർത്തിക്കുകയും അവയെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ ആ കൽപ്പന അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു വ്യക്തി വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിൽ മൂന്നാമതായി പറയുവാൻ കഴിയുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ പ്രമാണം. ആമേൻ. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അപ്പോസ്തല പ്രവൃത്തി 2:41 വാക്യം. ആമീൻ. ദൈവിക കൽപ്പനകളുടെ അനുസരണമായ സ്നാനം അപ്പോസ്തലന്മാരുടെ ഉപദേശ വിഷയമായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38 വാക്യം. ഈ ഉപദേശത്തെ പ്രമാണിക്കുകയാണ് സ്നാനം. ആമീൻ. ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പെന്തക്കോസ്ത് നാളിൽ 3000 പേരാണ് സ്നാനമേറ്റത്. കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നതോടെ കർത്താവിനെ അനുസരിക്കുവാനുള്ള മനോഭാവം നമ്മിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൂടാതെ അപ്പോസ്തോലിക ഉപദേശത്തെ നാം അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാലാമതായി, അതായത് ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള സാദൃശ്യാനുഷ്ഠാനം. ആമീൻ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമാലേഖനം 6:4 അത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. മുൻ അധ്യായത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. ആമേൻ. അഞ്ചാമതായി, ആമേൻ, ശുദ്ധ മനസാക്ഷി ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന പ്രവൃത്തി. ആമേൻ. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായി അപേക്ഷയായിട്ടത്രേ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. 1 പത്രോസ് 3:21 അത് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആറാമതായിട്ട്, സ്നാനം ആർക്കാണ്? സ്നാനം ആർക്ക്? 1, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അവർ ഇങ്ങനെ വഴിപോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു
ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 8:36-37 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവനാണ് സ്നാനം. ആമീൻ. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം വായ്കൊണ്ട് ഏറ്റുപറയുകയും വേണം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. റോമാലേഖനം 10:9-10 വാക്യം. ഈ വസ്തുതയുടെ ഹൃദയംഗമായി വിശ്വസിക്കുന്ന ഒരുവനാണ് സ്നാനപ്പെടുവാൻ യോഗ്യൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസത്താൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 16:16 അത് വായിക്കുന്നല്ലോ. സ്നാനമേൽക്കുക എന്നത് വിശ്വസിക്കുന്നവരോടുള്ള ഉപദേശമാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശേഷമാണ് സ്നാനമേൽക്കേണ്ടത്. ഹല്ലേലൂയ, ആമീൻ. അതിൽ രണ്ടാമതായി മാനസാന്തരപ്പെട്ടവർക്ക്, ആമീൻ, മാനസാന്തരപ്പെട്ടവർക്ക് സ്നാനപ്പെടണം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന് അപ്പോസ്തലപ്രവൃത്തി 2:38 വായിക്കുന്നു. മാനസാന്തരം എന്നത് മനസ്സിലുണ്ടാകുന്ന വ്യതിയാനമാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകളെയും പാപങ്ങളെയും കുറിച്ച് ബോധ്യം വന്ന് പരപ്രേരണ കൂടാതെ പശ്ചാത്തപിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നത് ദൈവകൽപ്പനയാണ്. അപ്പോസ്തലപ്രവൃത്തി 17:30 വാക്യം. ആഴമായ പാപബോധം, ആമീൻ. അതെ, സങ്കീർത്തനം 51:3-4 വാക്യം. ഏറ്റുപറച്ചൽ, ആമീൻ. സങ്കീർത്തനം 38:18, ആമീൻ. പാപം ഉപേക്ഷിക്കുക, ആമീൻ. സദൃശവാക്യം 28:13 ഹൃദയം ഒരുക്കപ്പെടുക. സങ്കീർത്തനം 51:9-10 വാക്യം എന്നിവ മാനസാന്തര അനുഭവം ഉണ്ടാകുന്നവരെയാണ് സ്നാനപ്പെടുത്തുവാൻ ദൈവവചനം ഉപദേശിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം സമാപ്തി കുറിക്കുന്നു. ബാക്കി നാളെ അത് നമുക്ക് നമുക്ക് അത് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഈ വചനത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവവചനം ഉൾക്കൊണ്ടവർക്ക്, ആമേൻ, അത് സംബന്ധിച്ച് വീണ്ടും അടുത്ത ദിവസം നമുക്ക് കേൾപ്പാൻ ഇടയാകട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ.